ഏവർക്കും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ മലയാളം ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ റീസൈക്ലർ ഉപയോഗിച്ചൊരു ഇമേജ് എങ്ങനെ നമ്മൾ പ്രദർശിപ്പിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മളുടെ പ്രൊജക്ട് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ആക്ടിവിറ്റി main.xml ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി ജാവയും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ റീസൈക്ലർ വ്യൂ ഉപയോഗിക്കുന്നത് കൊണ്ട് റീസൈക്ലർ വ്യൂവിൻ്റെ നമ്മൾ അതിൻ്റെ ഡിപ്പെൻഡൻസി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നു. റീസൈക്ലർവ്യൂ ഞാൻ അതിലേക്ക് ചെയ്യുന്നു. നമ്മൾ മുൻപ് ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നു നമ്മൾ കാണിച്ചിരുന്നു. അതുപോലെ ഏകദേശം അതുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളെ ഇങ്ങനെ ഇമേജ് ഉൾപ്പെടുത്തുമ്പോഴുള്ളൂ. അവിടെ ഗ്രാൻഡിൽ ബിൽഡ് നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്കൊരു കസ്റ്റം ലേഔട്ട് ഫയൽ ആവശ്യമായതുണ്ടല്ലോ. ഞാൻ ആ ലേഔട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഐറ്റം വ്യൂ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. റൂട്ട് എലമെൻറ്റ് ലീനിയർ ലേഔട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിൽ നമുക്കൊരു റീസൈക്ലർ വ്യൂ ഇൻസേർട്ട് ചെയ്യാം. ഇവിടുത്തെ മാച്ച് പാരന്റ് റാപ്പ് കണ്ടന്റ് ID റീസൈക്ലർ എന്ന് കൊടുത്തു. മിനി സ്ക്രോൾ ബാർ വെർട്ടിക്കൽ എന്നും കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഐറ്റം വ്യൂവിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഐറ്റം വ്യൂ രണ്ടും വിഡ്ത്തും ഹൈറ്റും റാപ്പ് കണ്ടന്റ് കൊടുത്തു. പാഡിങ് ഒരു 15 dp കൊടുത്തു. ഇനി നമുക്ക് ഒരു ഇമേജ് വ്യൂ ആണ് ഇവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് 250 dp ആണ് ഞാൻ ഇമേജ് വ്യൂവിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഡിക്ലെയർ ചെയ്യുന്നത്. അതിന് ID ആയി ആൽബം എന്ന് കൊടുക്കുന്നു. അതിലേക്ക് സ്കെയിൽ ടൈപ്പ് എന്നൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നു. അതിലെ ഫിറ്റ് XY എന്ന ആട്രിബ്യൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കത് ടെസ്റ്റിങ്ങിന് വേണ്ടി നമുക്കൊരു ഇമേജ് ഉൾപ്പെടുത്തി നോക്കാം. SRC പിക്ക് 1 അതിൽ ഓൾറെഡി കുറച്ച് പിക്ക് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ടെക്സ്റ്റ് വ്യൂ ആണ് ആവശ്യമായത്. ടെക്സ്റ്റ് വ്യൂ രണ്ടും റാപ്പ് കണ്ടന്റ് കൊടുക്കുന്നു. ID ടൈറ്റിൽ എന്ന് കൊടുത്തു. ഇനി നമുക്കതിൻ്റെ ഗ്രാവിറ്റി സെൻറ്റർ എന്ന് കൊടുക്കാം. പാഡിങ് ഒരു 3 dp കൊടുത്തു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് എന്തോ കൊടുത്ത് മാച്ച് പാരന്റ് കൊടുക്കുക. അതുപോലെ ടെക്സ്റ്റ് സെൻട്രൽ ആയിട്ടുണ്ട്. അതിൻ്റെ ഫോണ്ട് സൈസും സ്റ്റൈലും നമുക്ക് കൊടുക്കാം. ബോൾഡ് എന്നാണ് കൊടുക്കുന്നത്. മറ്റൊരു 18 SB ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഇമേജും ടെക്സ്റ്റ് നമുക്ക് ഒഴിവാക്കാം. അത് നമ്മൾ വെറുതെ ടെക്സ്റ്റും പർപ്പസിനായാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ റീസൈക്ലർ വ്യൂയും ഒരു ലേഔട്ട് മാനേജർ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. നമ്മളെ ജാവ ഫയൽ ഉൾപ്പെടുത്താം. റീസൈക്ലർ വ്യൂ ലേഔട്ട് മാനേജർ റീസൈക്ലർ വ്യൂ നമ്മളിവിടെ റീസൈക്ലർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലേഔട്ട് മാനേജർ ഇനീഷ്യലൈസ് ചെയ്യാം. ലേഔട്ട് മാനേജർ ന്യൂ നമ്മൾ
ലിസ്റ്റ് ഓഫ് ഐറ്റം നമ്മൾ കൊടുത്തപ്പോൾ നമ്മൾ ലീനിയർ ലേഔട്ടാണ് ചെയ്തിരുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന ഗ്രിഡ് ലേഔട്ടാണ്. ന്യൂ ഗ്രിഡ് ലേഔട്ട് മാനേജർ കണ്ടെക്സ്റ്റ് പാസ് ചെയ്യാം, കോമ. ഇനി എത്ര കോളം വേണം? നമ്മളിപ്പോൾ 2 കോളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കോളം കൊടുത്തു. എന്നിട്ട് RecyclerView ഡോട്ട് സെറ്റ് ലേഔട്ട് മാനേജർ RecyclerView ഡോട്ട് സെറ്റ് ഹാസ് ഫിക്സഡ് സൈസ് ത്രൂ. ഇതൊക്കെ എന്താണെന്ന് ഇതിന് മുമ്പത്തെ ലിസ്റ്റ് ഓഫ് ഐറ്റം RecyclerView കൊടുക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു അഡാപ്റ്റർ ക്ലാസ് ആണ്. അതിനായി ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ജാവ ക്ലാസ് റീസൈക്ലർ അഡാപ്റ്റർ. അതിൽ എക്സ്റ്റൻസ് ആയിക്കാണ്ട് അഡാപ്റ്റർ കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെയാണ് നമ്മളുടെ വ്യൂ ഹോൾഡറും നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. വ്യൂ ഹോൾഡർ. ഇനി നമുക്ക് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഇമേജ് വ്യൂയും ഒരു ടെക്സ്റ്റ് വ്യൂ ആണ്. അത് നമ്മൾ ഇവിടെ ഇമേജ് വ്യൂ എന്ന് കൊടുക്കുന്നു. അത് ഞാൻ ഇമേജ് വ്യൂ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് വ്യൂ എന്ന് കൊടുത്തു. അത് ടെക്സ്റ്റ് വ്യൂ എന്നത് പേരിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കത് രണ്ടും നമ്മുടെ ലേഔട്ടുമായി ഈ ഐറ്റം വ്യൂ വെച്ച് ഞങ്ങളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് ഇമേജ് വ്യൂ ഈക്വൽ ടു ഐറ്റം വ്യൂ ഡോട്ട് ഫൈൻഡ് വ്യൂ ബൈ id r.id.album. നമ്മളവിടെ ആൽബം എന്നാണ് അതിന് ID കൊടുത്തിട്ട് നമ്മൾ കസ്റ്റമായി ക്രിയേറ്റ് ചെയ്ത ലേഔട്ട് ഫയലിൽ. ഇനി അതുപോലെ തന്നെ ടൈറ്റിൽ വ്യൂ ടെക്സ്റ്റ് വ്യൂവും അതേപോലെ തന്നെ നമുക്ക് ചെയ്യുന്നു. ഈക്വൽ ടു ഐറ്റം വ്യൂ ഡോട്ട് ഫൈൻഡ് വ്യൂ ബൈ r.id.title. ഇനി നമ്മൾ മുമ്പത്തെ പറഞ്ഞ പോലെ ഇവിടെ RecyclerView വ്യൂ ഹോൾഡർ എന്നുള്ളതിന് പകരം നമ്മൾ വ്യൂ ഹോൾഡർ ക്ലാസ് ഇന്നർ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അവിടെ മൈ വ്യൂ ഹോൾഡർ എന്നാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ ഒന്ന് എക്സ്റ്റെൻഡ് ഒന്നും കൂടി ചെയ്യേണ്ടി വരും, മൈ വ്യൂ ഹോൾഡർ. പിന്നെ നമ്മളിതിൽ ഇമേജസ് കൊടുക്കുന്നുണ്ട്. അതിന് പ്രൈവറ്റ് ഇൻറ്റ് ഇമേജസ് എന്നിങ്ങനെ കൊടുക്കുന്നു. ഇനി നമുക്കിതിന് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. അതിനായി നമ്മുടെ കീബോർഡിൽ ആൾട്ട് ബട്ടൺ ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വരും. അതിൽ കൺസ്ട്രക്ടർ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൺസ്ട്രക്ടർ ആവും. നമുക്ക് പിന്നെ ഇവിടെ റിട്ടേൺ 0 എന്നുള്ളിടത്ത് റിട്ടേൺ ഇമേജസ് ഡോട്ട് ലെങ്ത് എന്നിങ്ങനെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വ്യൂ ഹോൾഡറിൻ്റെ അവിടെ നമ്മുടെ നമ്മുടെ ലേഔട്ട് കസ്റ്റം ലേഔട്ട് ഫയൽ നമുക്കിവിടെ കൊടുക്കണം. വ്യൂ ഈക്വൽ ടു ലേഔട്ട് ഇൻഫ്ലേറ്റർ ഡോട്ട് ഫ്രം parent dot get context dot inflate. അവിടെ നമ്മളുടെ അതിൻ്റെ സോഴ്സ് r.layout.itemView parent false എന്നിങ്ങനെ ക്രമത്തിൽ കൊടുക്കുക. എന്നിട്ട് my view holder അതിന് നെയിം കൊടുത്തിട്ട് ന്യൂ my view holder അവിടെ വ്യൂ എന്ന പാരാമീറ്റർ കൊടുക്കുക. എന്നിട്ട് റിട്ടേൺ നൾ എന്നുള്ളത് നള്ളിന് പകരം my view holder എന്ന് കൊടുക്കുക. ഇനി ഇവിടെ നമ്മുടെ ഡാറ്റ ഓരോന്നും ഇമേജ് വ്യൂവും നമ്മൾ ഇൻഡിച്ചറിലുള്ള അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇമേജും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഹോൾഡർ അതായത് വ്യൂ ഹോൾഡറിന് ഇവിടെയുള്ള നെയിമാണ് ഹോൾഡർ എന്നുള്ളത്. ഹോൾഡർ ഡോട്ട് ഇമേജ് വ്യൂ ഡോട്ട് സെറ്റ് ഇമേജ് റിസോഴ്സ് ഇമേജസ് പൊസിഷൻ. ഇവിടെ ഇടുന്ന ബ്രാക്കറ്റ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ തെറ്റിപ്പോയാൽ മൊത്തം തെറ്റും. ഇനി അതുപോലെ ഹോൾഡർ ഡോട്ട് ടെക്സ്റ്റ് വ്യൂ ഡോട്ട്
സെറ്റ് ടെക്സ്റ്റ് അവിടെ നമ്മൾ ഇമേജ് പ്ലസ് പൊസിഷൻ എന്നാണ് കൊടുക്കുന്നത്. ഇതോടെ നമ്മുടെ ഇതിലുള്ള അഡാപ്റ്റർ ക്ലാസ്സിലുള്ള ഫയലുകളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ആക്ടിവിറ്റിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനായി നമ്മൾ നമ്മുടെ മെയിൻ ആക്ടിവിറ്റി ജാവ എടുക്കുന്നു. അത് നമ്മളിവിടെ റീസൈക്ലർ അഡാപ്റ്റർ എന്ന് കൊടുക്കുന്നു. അഡാപ്റ്റർ അങ്ങനെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇമേജസ് ആണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്. അതിനായി പ്രൈവറ്റ് ഇൻറ്റ് ഇമേജസ് എന്ന പേര് നമ്മളിവിടെ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ r.drawable.pick1 അങ്ങനെ ഞാനൊരു 6 ഇമേജ് ഞാനിത് സെലക്ട് ചെയ്തിട്ടുണ്ട്. pick1, pick2, pick3, pick4, pick5, pick6 അങ്ങനെ അതിനെല്ലാം നെയിം മാറ്റി കൊടുക്കുന്നു. pick2, pick3, pick4, pick5, pick6 ഇവിടെ ഞാൻ എൻ്റെ ഡ്രോയബിൾ ഫോൾഡറിൽ നോക്കുകയാണെങ്കിൽ ഞാനത് ഓൾറെഡി ആദ്യം തന്നെ ഇവിടെ അങ്ങനെ 6 സെറ്റ് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഈക്വൽ ചിഹ്നം കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഇങ്ങനെ ഒരു എറർ വന്നത്. ഇനി നമുക്ക് നമ്മുടെ അഡാപ്റ്റർ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യാം, അതായത് കണക്ട് ചെയ്യാം നമ്മുടെ റീസൈക്ലറുമായിട്ട്. അതിനായി അഡാപ്റ്റർ ഈക്വൽ ടു ന്യൂ റീസൈക്ലർ അഡാപ്റ്റർ അവിടെ നമ്മൾ ഇമേജസ് എന്ത് കൊടുക്കുന്നു. എന്നിട്ട് RecyclerView ഡോട്ട് സെറ്റ് അഡാപ്റ്റർ അവിടെ നമ്മൾ അഡാപ്റ്ററിനെ കൊടുക്കുന്നു. നമ്മുടെ കോഡിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നത് കാണിക്കാം. നമ്മുടെ പ്രോഗ്രാം ഇവിടെ ലോഞ്ച് ആവുന്നു. ഇതങ്ങനെ ഞാൻ കൊടുത്ത ഫോട്ടോസ് ആണ് ഇത്. ഫോട്ടോസ് അതിൻ്റെ കഴിയ ഇമേജ് 0, ഇമേജ് 1 എന്നിങ്ങനെ വന്നിട്ടുണ്ട്. അത് ഈ റീസൈക്ലർ വ്യൂവും അതിലുള്ള ഓരോ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്ത് പഠിച്ചാൽ, കേട്ട് പഠിച്ച് വീണ്ടും ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ശുഭദിനം.